മെല്ലെ വളരെ ശാന്തമായി സമാധാനമായി ഒന്ന് തോളയിലൊക്കെ തട്ടാന്ന് ഞാൻ പറയാൻ വന്നു. പക്ഷെ ഇപ്പൊ തട്ടിയാൽ ചിലപ്പോൾ അത് പ്രശ്നമാകുന്നുണ്ട്, തട്ടണ്ട. എന്നാൽ ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഈഗോ സ്റ്റേറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ഞാനൊരു CP ഡോമിനന്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടാമത്തതുണ്ട് പ്രദീപിനൊന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം. അത് അതിനേക്കാൾ അപകടമാണ്. മനസ്സിലായോ? മൂന്നാമത്തതുണ്ട് ദുരന്തമാണ്. അത് പ്രദീപിനെ ഒന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. അത് കപ്പിൾസിൽ വന്നാൽ തീർന്നു. അതുകൊണ്ടാണ് എംപ്ലോയീസ് ഇവിടെ ദീർഘകാലം നിൽക്കാത്തത്. അതുകൊണ്ടാണ് യു ആർ ഹാവിങ് ഫൈറ്റ് വിത്ത് എംപ്ലോയീസ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. അതേസമയം തന്നെ നമ്മൾ അവർക്ക് NP നേർച്ചറിങ് പാരന്റ് ആണ്. അപ്പൊ ഈ നേർച്ചറിങ് പാരന്റിലേക്ക് ഈ MD മാറിക്കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും. ഒരു പ്രോബ്ലം ഉണ്ടായി. ട്രാൻസാക്ഷണൽ അനാലിസിസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന സ്യൂഡോ സയൻസിന്റെ വേറൊരു പോർഷൻസ് എന്ന രീതിയിലാണ് കേൾക്കുന്നത്. അറിയില്ല കറക്റ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം. ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഈഗോ ഇത് പൂർണ്ണമായിട്ടും മാറുമെന്നോ മാറില്ലെന്നൊക്കെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ട് മാർക്കറ്റിൽ. അത് വിരലിലെണ്ണാവുന്ന എക്സ്പേർട്സിനെ മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊരാളാണ് ഡോക്ടർ പോൾ സാർ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? TA എന്ന് പറയുന്നതാണ് ചുരുക്കത്തില് TA, ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഇത് ശരിക്കും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാൾ യൂങ്ങിന്റെ ഒക്കെ പിൻഗാമിയായിട്ട് അവരുടെ ഒരു മുഴുവൻ സമയം അല്ലെങ്കിൽ തുടക്കത്തിൽ അവരോട് കൂടെ കൊണ്ടായിരുന്ന എറിക് ബേൺ ഡെവലപ്പ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തോമസ് ഹാരിസ്, ഇവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തമ്മിൽ നടത്തുന്ന ഒരു ആശയവിനിമയമുണ്ട്. അത് തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആ ട്രാൻസാക്ഷനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിനെ നമ്മൾ കീറി മുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ TA എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കേരളത്തിലൊന്നും ഇത് ആരും തന്നെ ഉപയോഗിക്കാറില്ല. ഈ ബിസിനസ് സെക്ടേഴ്സിൽ കൗൺസിലിങ്ങിലൊക്കെയാണ് ഇത് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ ഞാനൊക്കെ കോർപ്പറേറ്റ് വേൾഡിൽ ഏറ്റവും അധികം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഈ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ട്രാൻസാക്ഷൻ ഒരു കോർപ്പറേറ്റ് വേൾഡിലോ ഈവൻ അല്ലാത്തൊരു ആശയവിനിമയം, ഇപ്പൊ രാഷ്ട്രീയമായിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, വ്യക്തികൾ തമ്മിലായിക്കോട്ടെ, ടീച്ചർ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കൗൺസിലിംഗ് ആയിക്കോട്ടെ, കോച്ചിങ് ആയിക്കോട്ടെ, മെന്ററിങ് ആയിക്കോട്ടെ, ഏത് മേഖലയിലും ഏറ്റവും എളുപ്പമാകുന്ന അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഏറ്റവും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ആക്ച്വലി ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ വിളിക്കുന്ന CP എന്ന് വിളിക്കും. CP എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാരന്റിങ് ആണ്. അതിപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു MD അദ്ദേഹത്തിന് കീഴിലുള്ള ജീവനക്കാരോട് ഒരു ക്രിട്ടിക്കൽ പാരന്റിനെ പോലെ ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഹെൽത്തിയാണ്. അപ്പം ഇദ്ദേഹം ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിന് അറിയത്തുമില്ല ഇത്. ഇദ്ദേഹം ഒരു CPയിലാണ് ഏത് സമയവും തൻ്റെ എംപ്ലോയീസിനോട് പെരുമാറുന്നത് എന്ന് ഇദ്ദേഹം അവെയർ അല്ല ഈ ടെസ്റ്റ് എടുക്കുന്നത് വരെ. ഈ ടെസ്റ്റ് എടുത്തു കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്, ദിസ് ഈസ് യുവർ പ്രോബ്ലം. അതുകൊണ്ടാണ് എംപ്ലോയീസ് ഇവിടെ ദീർഘകാലം നിൽക്കാത്തത്. അതുകൊണ്ടാണ് യു ആർ ഹാവിങ് ഫൈറ്റ് വിത്ത് എംപ്ലോയീസ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ നമ്മൾ അവർക്ക് NP നേർച്ചറിങ് പാരന്റ് ആണ്. അപ്പൊ ഈ നേർച്ചറിങ് പാരന്റിലേക്ക് ഈ MD മാറിക്കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും. ഒരു പ്രോബ്ലം ഉണ്ടായി. ആ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഈ നേർച്ചറിങ് പാരന്റ് ആണെങ്കിൽ അത് വളരെയധികം സമചിത്തതയോടെ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഏരിയ അല്പം കൂടി ഇംപ്രൂവ് ചെയ്യണ്ടേ, ഇത് നമ്മുടെ സ്ഥാപനമല്ലേ, ആ ഒരു രീതിയിൽ കൊടുത്താൽ എന്ത് ചെയ്യും? ആ എംപ്ലോയി വളരെയധികം ഹാപ്പി ആയിരിക്കും. ഇനി ഒരു ടീച്ചർ സ്റ്റുഡൻറ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഈ ടീച്ചറിന്റെ ഈഗോയും പ്രശ്നമാണ്. ടീച്ചർ സാധാരണഗതിയിൽ ചിലപ്പോൾ ഈ CPയിലായിരിക്കും, പ്രത്യേകിച്ചും ആദ്യകാലങ്ങളിലുള്ള ടീച്ചേഴ്സ് ഒക്കെ. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് പേരൻസ് ഓൾറെഡി CP ആണ്, ക്രിട്ടിക്കൽ പേരന്റ് ആണ്. തൊടുന്നതിനും പിടിക്കുന്നതെല്ലാം കുറ്റവും വഴക്കും എല്ലാം പറഞ്ഞാണ് ഇതിനെ സ്കൂളിലേക്ക് വിടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് ഇതേപോലെ തന്നെ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾക്കും പ്രശ്നമാവും. അപ്പൊ അതിന് പകരം ഈ ടീച്ചർ NPയിലേക്ക് പോകാൻ, നഴ്സറിങ്
ഇതിൽ പാരന്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ കുട്ടിയോട് ഒരു മെല്ലെ വളരെ ശാന്തമായി സമാധാനമായി ഒന്ന് തോളയിലൊക്കെ തട്ടാൻ ഞാൻ പറയാൻ വന്നു, പക്ഷെ ഇപ്പൊ തട്ടിയാൽ ചിലപ്പോൾ അത് പ്രശ്നമാകുന്നുണ്ട്, തട്ടണ്ട. എന്നാൽ ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് മോനെ നീ അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ NLPയുടെ ടൂൾ ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ, ഈ എന്തെങ്കിലും ഒരു ചോദ്യം കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി സാധാരണഗതി ചെയ്യുന്ന എന്താ, കീഴോട്ട് നോക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ കീഴോട്ട് നോക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. ആ ബോഡി ലാംഗ്വേജിൽ 55% കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ ഇടതുവശത്ത് താഴേക്ക് നോക്കുന്ന അർത്ഥം ആ കുട്ടി മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ടീച്ചർ ഇവനോട് ചോദിച്ചു 16 × 16 എത്രയാണ്, ഇവൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാന്ന് ഇവിടെ. അപ്പൊ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത്, കോപ്പെടവേള മിണ്ടണ്ടായിരുന്നു, അതാണ് അവൻ ചിന്തിക്കുന്നത്. അല്ല, അവനോട് സംസാരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവൻ കണക്കൂട്ട് 16 × 16 6 36 6 എഴുതുമ്പോഴത്തേക്കും ടീച്ചർ എന്തായാലും ചോദിച്ചാൽ കീഴോട്ട് നോക്കിയിരിക്കൂടാ എന്നും പറഞ്ഞ് ഒരു അസേർട്ടീവായിട്ട് വഴക്ക് പറയും. അപ്പൊ ഇവന് ഫീലിങ്ങിലും അപ്പൊ എന്ത് ചെയ്യും, വലത്തോട്ട് നോക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇത് വിഷ്വല് പോകാൻ വേണ്ടി മുകളിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ ടീച്ചർ അന്നേരം പറയും എന്താണ്, നീ ഉത്തരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പറയുന്ന പാറ്റേൺ CPയിലായിരിക്കും. അതേ സമയത്ത് ടീച്ചർ പറയുകയാണ്, അതേ മോനെ നീ കണക്കൊന്നും ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ടീച്ചർ മനസ്സിലാക്കണം ഇവൻ സെൽഫ് ടോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഇവനോട് പറഞ്ഞു കൊടുക്കണം, അതേ മോനെ നീ നോക്കിക്കേ, ശാന്തമായി തിരക്കൂട്ടണ്ട, ആലോചിച്ച് കണക്ക് നോക്കിക്കേ എന്നൊക്കെ പറയും. ഈ കുട്ടിക്ക് പ്രോത്സാഹനമാകുകയും ആ കുട്ടി നല്ല രീതിയിൽ ഡെവലപ്പ്. അതാണ് NP നഴ്സറിങ് പാരന്റ് എന്നുള്ളത്. അഡൾട്ട് എന്ന് പറയുന്നത് ഒരു ഹെഡ് മാസ്റ്റർ അല്ലെ ഒരു കമ്പ്യൂട്ടർ ഒക്കെ പറയാണ്. കാര്യങ്ങളെ കാര്യസഹിതം വിവേചനപൂർവ്വം വേർതിരിച്ചറിഞ്ഞ് റിയാലിറ്റിയിൽ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ സംസാരിക്കുന്നതാണ് അഡൾട്ട്. ദെൻ ഫ്രീ ചൈൽഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഇതുണ്ട്. ഫ്രീ ചൈൽഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ അവര് വലിയ കാര്യമായിട്ട് ഒന്നിനെയും തന്നെ കാണാറില്ല, ഗൗരവപൂർവ്വം എടുക്കാറില്ല. അവർക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ അവർ വിളിച്ചു പറയും, ചെയ്യണം തോന്നിയാൽ ചെയ്യും. അതാണ് ഫ്രീ ചൈൽഡ് എന്ന്. പിന്നെ ഈ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്ന മറ്റൊരു ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഒന്നിനോടും അവർക്കൊരു വലിയ കടപ്പാടൊന്നും ഉണ്ടാവില്ല, ബിലോങ്ങിങ്സ് ഉണ്ടാവില്ല. ഇത് ആരും ഇതേപ്പറ്റി അവയറും അല്ല. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഈഗോ സ്റ്റേറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ഞാനൊരു CP ഡോമിനന്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ സാവധാനം NPയിലേക്ക് മാറേണ്ടതുണ്ട്. ഓർ മൈ പൊസിഷൻ ഡിമാൻഡ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ആശയവിനിമയങ്ങളെ വളരെ കൃത്യമായിട്ട് അപഗ്രഥനം ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന വളരെ മനോഹരമായ ഒരു ടൂളാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നത്. ഇതില് വളരെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എല്ലാ സെഗ്മെന്റ് ഓഫ് ഓഡിയൻസിനും പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അത് എങ്ങനെ പീപ്പിൾ മാനേജ്മെന്റ് ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ടൂള് പഠിക്കാൻ വളരെ ബെനിഫിഷ്യൽ ആണ്. ചിലപ്പോൾ ഇതില് ഈ പറയുന്ന ഓരോ സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ? സാർ പറഞ്ഞ പോലെ ഈ പറയുന്ന ക്രിട്ടിക്കൽ പാരന്റ് അല്ലെങ്കിൽ നാച്ചുറൽ പാരന്റ് അല്ലെങ്കിൽ ഏത് സെഗ്മെന്റ് ആണോ ഇത്, എങ്ങനെ എന്തെങ്കിലും ഡു യു ഹാവ് എനി ടൂൾസ്? യെസ് വി ഡു. നമ്മൾ അതിന് 2-3 രീതിയിലെടുക്കും. ഒന്ന്, നമ്മൾ ഇതിന്റെ അകത്തേക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് ആനിമൽ കോഡ് എന്ന് പറയും. ഈ ആനിമൽ കോഡ് എന്ന് പറയുന്ന ഓരോ മനുഷ്യനിലും ഓരോ ആനിമൽ ഉണ്ട്. അവന്റെ ബിഹേവിയർ പാറ്റേണും ഈ ആനിമലിന്റെ ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന പാടെ നമുക്ക് മനസ്സിലാകും ഇത് സ്നേക്കാണ്, ഇത് എലഫന്റ് ആണ്, ഇത് മങ്കിയാണ്, ഇത് ക്യാറ്റാണ്, ഇത് ഡോഗാണ്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, പറയൊന്നുമില്ല. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും ഇവരിൽ ഏതോ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഫസ്റ്റ്. സെക്കൻഡ്, നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിലൂടെ തന്നെ ഇവരെ കടത്തിക്കൊണ്ട് പോയിട്ട് ആ ടെസ്റ്റ് എടുത്ത് ഇവരുമായിട്ട് വീണ്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യും. ആൻഡ് 100% അവരത് എഗ്രി ചെയ്യും. കാരണം അവരറിയാതെ തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റിന് വിധേയമാക്കുകയും അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻ അനാലിസിസിന് ഇങ്ങനെ വ്യക്തമായ ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് അല്ലേ? ആണ്, തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ഇത് ഓർഗനൈസേഷണൽ ഗ്രോത്തിനും അതിനുപരി ഒരു പേഴ്സണൽ ഗ്രോത്തിനും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾ അല്ലേ? ഡെഫിനറ്റ്ലി, വെരി മച്ച്. അപ്പോൾ എന്തായാലും ഇത് എല്ലാ ഓർഗനൈസേഷൻസിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായി മാറട്ടെ. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പേർട്ട് ഇന്ന് വളരെ വിരലിൽ എണ്ണാവുന്നതാണ്. സാറിനെ പോലെയുള്ള
ഒരു എക്സ്പേർട്ടിന്റെ ഉപയോഗങ്ങൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ ഇതിൻ്റെ അകത്ത് 5 ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഈ 5 ടെസ്റ്റില് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ നമ്മൾ ബിറ്റ്വീൻ യു ആൻഡ് മീ, അതെ, ഇപ്പൊ ഇതിൽ തന്നെ 4 സ്റ്റേറ്റിൽ വരും. ഒന്ന് ഹെൽത്തി ആൻഡ് ബാക്കി 3 അൺഹെൽത്തിയുമാണ്. ഓക്കെ. ഈ അൺഹെൽത്തി എന്ന് പറയുന്ന ഒന്ന് എനിക്ക് തോന്നുകയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല, പ്രദീപിനെ എല്ലാത്തിനും കൊള്ളും. അത് ഞാൻ എന്നെ തന്നെ ഇൻഫീരിയർ ആയിട്ട് കാണുകയാണ്, ഡിഗ്രേഡ് ചെയ്യാണ്, അല്ലെ അണ്ടർ ഡോഗ് ആയിട്ട് കാണും. രണ്ടാമത്തതുണ്ട് പ്രദീപിന് ഒന്നും അറിയില്ല, എനിക്കെല്ലാം അറിയാം. അത് അതിനേക്കാൾ അപകടമാണ്. മനസ്സിലായി. മൂന്നാമത്തതുണ്ട് ദുരന്തമാണ്. അത് പ്രദീപിനെ ഒന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. അത് കപ്പിൾസിൽ വന്നാൽ തീർന്നു. ശരിയാ. ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ വന്നാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അത് 3 അൺഹെൽത്തിയാണ്. നാലാമത്തത് അല്ല, ഒന്നാമത്തത് തന്നെയാണ് അത്. ഞാനും ഓക്കെ, യു ആർ ഓക്കെ, രണ്ടുപേരും നമ്മൾ തുല്യരാണ്, ഓക്കെയാണ്. അത് ഈ ടെസ്റ്റിലൂടെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അത് വളരെ പവർഫുൾ ആണ്. ഐ മസ്റ്റ് സേ ദാറ്റ് എവറി വൺ മസ്റ്റ് ഡു ദാറ്റ് എന്നാ പറയാം. ഓക്കെ. എന്തായാലും ഫ്യൂച്ചർ വരും ദിവസങ്ങളിൽ എല്ലാവരും ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കാനൊരു ഭാഗ്യമുണ്ടാകട്ടെ. നല്ല എക്സ്പേർട്ടിനെ കണ്ടെത്തിട്ടെ ഓർഗനൈസേഷൻ ഗ്രോത്തും അതിലുപരിയുടെ പേഴ്സണൽ ലൈഫിലെ ഗ്രോത്തും. ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇൻ ദ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം. അപ്പം എല്ലാവർക്കും ഈ ഒരു സെഗ്മെന്റിലേക്ക് വരാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.